നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കാര്യം ചില ചോദ്യങ്ങളൊക്കെ പുറത്താക്കപ്പെട്ടു, ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായി. അതുകൊണ്ട് ഇനി ആൻസർ വളരെ സിമ്പിളായിട്ട് കണ്ടെത്തിയാൽ മതി. ആ ആൻസർ കണ്ടെത്താനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. 6 ചോദ്യങ്ങളേ ഉള്ളൂ. ഈ 6 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്വർഗത്തെത്തും. ഒത്തിരി വറീഡാകേണ്ട ആവശ്യമൊന്നുമില്ല. 6 ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. 1, എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നോ? എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചോ? ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ സന്ദർശിച്ചോ? ഇങ്ങനെ ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾക്കിടയിൽ അതേ എന്നോ അല്ല എന്നോ ഉത്തരം കൊടുത്താൽ മതി. വളരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ചോദ്യം. ഈ ജീവിതത്തിനിടയിൽ കൈ നീട്ടുന്നവൻ്റെ മുമ്പിൽ കൈവെള്ളയിൽ വെച്ച് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? പരസ്പരം സ്നേഹത്തിൻ്റെ കഥ പറയാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെ ഓർക്കുമ്പോൾ ചില മനുഷ്യർക്ക് കണ്ണ് നിറയാൻ തക്ക വിധത്തിൽ നിങ്ങൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദിക്കപ്പെടും. എന്തൊക്കെയാണോ നീ അപരന് വേണ്ടി ചെയ്ത നഷ്ടങ്ങളുടെ കണക്കെന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള അതേ എന്നും അല്ല എന്ന ഉത്തരത്തിനിടയിലാണ് നമുക്ക് സ്വർഗം. ഒത്തിരി അകയൊന്നും അല്ലെന്നേ. തൊട്ടടുത്ത് നിൽക്കുന്ന ചില മനുഷ്യരെ വെറുതെ കണ്ണുകൊണ്ട് നോക്കി ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്വർഗം. ഈ 6 ചോദ്യങ്ങൾക്കിടയിൽ വലതുവശവും ഇടതുവശവും ഒക്കെ നിൽക്കുമ്പോൾ വളരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയാൻ പറ്റണം, അതെ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അതേ എന്ന് പറയാൻ തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഒരുപക്ഷെ ഓരോ മനുഷ്യരും ഈ അതേ എന്ന് പറയാൻ തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഈ ഭൂമി എത്ര മനോഹരമായ തന്നെ, ഈ ഭൂമി തന്നെ സ്വർഗമായ എന്നല്ലേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.